ഇത്തവണത്തെ വെക്കേഷൻ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത് അസർബൈജാനാണ്. 5 days ഉള്ളൊരു ട്രാവൽ പാക്കേജാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതിൽ എയർ ടിക്കറ്റ്, അതുപോലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലും പിന്നെ ടൂർ ഗൈഡൊക്കെ എല്ലാം ആ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നു. നമ്മളിന്ന് ബാംഗ്ലൂരിൽ ഫസ്റ്റ് ഡേ ആണ്. നമ്മളിപ്പോൾ ബാംഗ്ലൂരിലെ ഹാരിയം ഹോട്ടലിലാണ് താമസിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് കയറുവാണ്. അത്യാവശ്യം നല്ല വലിയ റൂംസൊക്കെ ആയിരുന്നു, നല്ല ഹാളും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 5 days നമ്മൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തത്. ഇവിടുന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഈ ഹോട്ടലിൽ തന്നെയായിരുന്നു നമ്മുടെ ട്രാവൽ ഏജൻസിക്കാർ അറേഞ്ച് ചെയ്തത്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ട്രാവൽ പാക്കേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുന്നേ തന്നെ അവർ ഓരോ ദിവസം പോകാനുള്ള ലിസ്റ്റ് മുന്നേ തന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ ലിസ്റ്റ് അനുസരിച്ച് ഒരു ബോട്ട് റൈഡും, അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സീനറീസും, പിന്നെ പറഞ്ഞിരുന്നത് ഒരു സ്നോ ഉള്ള ഒരു ഏരിയ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പറഞ്ഞതൊരു വാട്ടർഫോളും കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മങ്കീനയുമായിട്ട് ആളുകൾ വരുന്നത് കണ്ടു. അപ്പോൾ മുന്നേ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു, ഈ മങ്കീനയായിട്ട് വരുന്നവർ നമ്മളുടെ മേത്ത് മങ്കീനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പറയണ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞു. വരുന്ന ഏരിയയിൽ ഒരുപാട് റൈഡ്സിൻ്റെ ഒരു ഏരിയ കണ്ടു. നമ്മൾ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഏരിയയിലേക്കാണ് പോകുന്നത്. കടകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. അടിപൊളി ഫോട്ടോ വ്യൂ ഉള്ള ഒരു ഏരിയ തന്നെയായിരുന്നു. പിന്നെ ബോട്ട് റൈഡിൻ്റെ ഇത് കണ്ടായിരുന്നു. നമ്മൾ എന്നാലും ബോട്ട് റൈഡിൻ്റെ അങ്ങോട്ട് കയറിയില്ല. ഫോട്ടോ ഫ്രെയിമിലെടുത്ത ഓരോ ഫോട്ടോ എല്ലാവർക്കും അടിപൊളി മെമ്മറീസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ തന്നെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുട്ടികളൊക്കെ ഒരുപാട് സ്റ്റൈലായിട്ടുള്ള ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അവർ ഓരോ സ്റ്റൈലൊക്കെ കാണിച്ചു തന്നു. അവരും നമുക്ക് ഫോട്ടോ എടുക്കേണ്ട ഒരു മോഡലൊക്കെ കാണിച്ചു തന്നു, ഫോട്ടോയൊക്കെ എടുത്ത് തന്നു. പിന്നെ ബോട്ട് റൈഡിൽ കയറാൻ ആർക്കും അധികം ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് വേഗം പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി.
ഫാമിലി പിക്ചറൊക്കെ എല്ലാവരും എടുത്തായിരുന്നു. ഇന്ന് നമ്മൾ ഗബാല ലേക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് നല്ല ഫ്രെയിംസൊക്കെ ഉണ്ട്. നമ്മൾ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ അടുത്ത പ്ലേസിലോട്ട് പോവുകയാണ്. അടുത്ത വാട്ടർഫോളിൻ്റെ സ്ഥലമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് വരുവാണ്. അപ്പോൾ പോണ വഴിയിൽ ഒരുപാട് ഷോപ്പൊക്കെ കണ്ടു. അപ്പോൾ വാട്ടർഫോളിൻ്റെ ആ പോണ വഴിയിലും ഒരുപാട് സ്വീറ്റിന് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്വീറ്റും ക്യാപ്പിൻ്റെയും വുളൻ ക്യാപ്പിൻ്റെയൊക്കെ ഒരുപാട് സ്ഥലമൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ സ്നോയുടെ ഏരിയയിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലൗസൊക്കെ ചോദിച്ചിട്ട്, പക്ഷെ ഭയങ്കര റേറ്റാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ അധികം സ്നോയൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ ക്ലൈമറ്റൊക്കെ മാറിയല്ലോ എന്നോർത്ത് ഞങ്ങളങ്ങനെ വാങ്ങിയില്ല. ഞങ്ങൾ വാട്ടർഫോൾ കാണുന്ന ഏരിയയിലേക്ക് പോവുകയാണ്. അങ്ങനെ വാട്ടർഫോളിൻ്റെ അടുത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടികൾ ഓടി ഓടി കയറി. ഞങ്ങൾ ഇത്തിരി വിഷമിച്ചു. എന്നാലും നമ്മൾ വാട്ടർഫോളിൻ്റെ അടുത്ത് വരെ എത്തി. പക്ഷേ ഇതല്ല, ഇതിലും കുറച്ചും കൂടി മുകളിലോട്ട് കയറണം. നമ്മുടെ കുട്ടീസ് കയറി, നമ്മളും ഇത്ര വരെ എത്തി. കുറച്ചും കൂടി കയറിയാൽ ടോപ്പാവും കേട്ടോ, മുകളിലോട്ട് കാണാൻ പറ്റും. കുറച്ചും കൂടി കയറിയാൽ മതി. പക്ഷേ ഇവിടെ നിന്ന് എടുത്താൽ തന്നെ ഫോട്ടോ അടിപൊളിയാന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് കയറിപ്പോണുണ്ടോ. അത്രയും കൂടി ഉള്ളൂ. എന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഫോട്ടോയൊക്കെ എടുത്ത് സമാധാനിച്ചു. പിള്ളേർക്ക് എന്തായാലും ഇൻട്രസ്റ്റ് സ്നോ കാണാനാണല്ലോ, അവിടെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഹാപ്പി ആയിട്ട് അടുത്ത സ്നോ ഉണ്ടാകുമോ എന്നൊക്കെ ഭയങ്കര ആകാംക്ഷയോടെ ചോദിച്ചിട്ട് പോവുകയാണ്. കാര്യം ഇപ്പോൾ സ്നോയൊക്കെ മാറുന്ന ടൈമായി. ഞങ്ങൾ ഏപ്രിൽ മാസത്തിലാണ് പോയത്. ശരിക്കും സ്നോയൊക്കെ കഴിയുന്ന സമയമായി. അപ്പോൾ അതുകൊണ്ട് സ്നോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ ഗൈഡിനോട് ചോദിച്ചപ്പോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്നോ കാണുന്ന ഏരിയയിലേക്ക് പോവുകയാണ്.
അങ്ങനെ നമ്മുടെ സ്നോയുടെ ഏരിയയിൽ നമ്മളെത്തി. നമ്മുടെ കുട്ടികൾ പറഞ്ഞ് ഒരുപാടായി കാത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കസ എന്ന് പറഞ്ഞ ഏരിയയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഈ കേബിൾ കാറിലാണ് നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യുന്നത്. ഈ കേബിൾ കാറിൽ നമ്മൾ പോയിട്ട് അപ്പുറം എത്തുമ്പോഴാണ് ഈ സ്നോയുടെ ഏരിയ എന്നാണ് പറഞ്ഞത്. നമ്മൾ കേബിൾ കാറിന് ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ കേബിൾ കാറിൽ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. കേബിൾ കാറിൽ പോയിട്ട് അപ്പുറത്തായിട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ ആ ഒരു സ്നോയുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അടുത്ത സ്റ്റേഷനിൽ നമ്മൾ ഇറക്കുവാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ സ്നോ കാണുന്ന ഏരിയ. അപ്പോൾ നമ്മൾ സ്നോയെല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത കേബിൾ കാറിൽ കയറി റിട്ടേൺ പോകുന്നത്. നമ്മൾ കേബിൾ കാറും അതുപോലെ തന്നെ സ്നോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സ്നോയൊക്കെ കുറച്ചേ ഉള്ളൂ, എന്നാൽ അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സ്നോയൊക്കെ ഒന്നും ഒരിക്കലും എന്നാലും കുട്ടികൾക്ക് കളിക്കാൻ അത്ര സ്നോയൊക്കെ ഉണ്ട്. അടിപൊളി. ഒരുപാട് സ്നോയും ഐസൊന്നും ഇല്ല. ജസ്റ്റ് വെതറൊക്കെ ചേഞ്ചായി വരുന്ന സമയമാണ്. ഏപ്രിൽ മാസത്തിലാണ് നമ്മളിവിടെ വരുന്നത്. എന്തായാലും നമ്മുടെ കുട്ടികൾ വളരെ ഹാപ്പിയാണ്. അവർക്ക് കളിക്കാൻ പറ്റുന്ന അത്രയും ഐസും സ്നോയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്നോയിലൊക്കെ ഒരുപാട് കളിച്ചു. പിന്നെ നമ്മൾ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു, ഹാപ്പിയായി. പിന്നെ ഒരു വിഷമം തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന സമയത്ത് തന്നെ ഒരു 4 മണിയായപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. ഒരു 5:30 ആയപ്പോൾ തന്നെ ഇവിടെ നിന്ന് നമ്മൾ റിട്ടേൺ പോകണമെന്ന് അവർ അനൗൺസ്മെൻറ്റ് ചെയ്തു. കുറച്ചും കൂടി നേരത്തെ എത്തിയായിരുന്നെങ്കിൽ കുറച്ച് നേരം കൂടി കുട്ടികൾക്ക് ഇവിടെ കളിക്കാൻ സമയം കിട്ടും.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു യാത്ര ഫിനിഷ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ ആ കേബിൾ കാറിൻ്റെ അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് വന്നു, എല്ലാവരും റിട്ടേൺ വരണം, കേബിൾ കാറിൻ്റെ ടൈമിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ കളിച്ച് പിള്ളേർക്കൊക്കെ നല്ല വിശപ്പായി. അപ്പോൾ ഇനി ആദ്യം ഫുഡ് കഴിച്ചിട്ടാണ് നമ്മളിനി റൂമിലോട്ട് പോകുന്നത്. കേബിൾ കാറിൻ്റെ ടൈമായെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും പോവുകയാണ്. എന്നാലും പോണവരെ നമ്മളെല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു. കുട്ടികൾക്ക് മാത്രം ഗ്ലൗസ് ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും നമ്മൾ വലിയ ആൾക്കാരും വിട്ടുകൊടുത്തൊന്നുമില്ല. നമ്മൾ കൈവേദനയായി മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്ലൗസ് കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. മാക്സിമം നമ്മൾ ഫോട്ടോ എടുത്തു. അടിപൊളിയായിരുന്നു. തണുപ്പ് സമയത്ത് ഇതിനേക്കാൾ അടിപൊളിയായിരിക്കും എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് തെർമൽ ഡ്രസ്സൊക്കെ തന്നെ യൂസ് ചെയ്യണം, നമുക്ക് ഇങ്ങനെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല, നല്ല ഗ്ലൗസൊക്കെ തന്നെ ഇട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ നോർമൽ ഡ്രസ്സെല്ലാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികൾ ഐസിൽ കളിക്കണമുണ്ട് തന്നെ ഗ്ലൗസ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളി തന്നെയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയയിലേക്കാണ് പോകുന്ന. ഒരു ഹോട്ടൽ ഗൈഡ് പറഞ്ഞു അടിപൊളി ഫുഡാണ്, ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡ് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടാണ് ഇനി നമ്മൾ അടുത്ത് പോകുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുമല്ലോ ഒരു ദിവസം കുറച്ച് സ്ഥലമല്ലേ പോയുള്ളൂ എന്ന്. നമ്മൾ 5 days ട്രിപ്പ് എടുത്തുകൊണ്ടാണ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം കവർ ചെയ്തത്. നമ്മൾ എടുക്കുന്ന ട്രിപ്പിൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഓരോ ദിവസങ്ങൾ എത്ര പോകണമെന്ന് അവർ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.